മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ദില്ലി സമരത്തിന് CPI ബുക്ക് ചെയ്ത സ്പെഷ്യൽ ട്രെയിനുകൾ റദ്ദാക്കി. അഡ്വാൻസ് നൽകിയ 10 ലക്ഷം രൂപ റെയിൽവേ തിരികെ നൽകി. പ്രതികാര നടപടിയെന്ന് CPI വിമർശിച്ചു. TV പ്രസാദ് ചേരുകയാണ്. പ്രസാദ്, എന്താണ് സംഭവിച്ചത്? വിനിത, സെപ്റ്റംബർ മാസം 1-ാം തീയതി ആയിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരം. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള റെയിൽവേയിലെ ട്രെയിൻ തന്നെ ബുക്ക് ചെയ്തത്. CPI അതിനുവേണ്ടി 9 ലക്ഷത്തി ചില്ലാനം രൂപ, ഏതാണ്ട് 10 ലക്ഷം രൂപ ബുക്ക് ചെയ്യുകയും ചെയ്തു. 1400 പേർ ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് എത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം നേരത്തെ അടക്കുകയും ചെയ്തത്. ഇവിടുന്ന് ഓഗസ്റ്റ് 30-ന് പുറപ്പെട്ട് അവിടെ 1-ാം തീയതി എത്തി സമരത്തിൽ പങ്കെടുത്ത് അവിടെ നിന്ന് 2-ാം തീയതി മടങ്ങി 4-ാം തീയതി ഇവിടെ തിരിച്ചെത്തുന്ന രീതിയിലായിരുന്നു ക്രമീകരണം. ഉയർന്ന ട്രെയിൻ ടിക്കറ്റ് നിരക്ക്, ഒപ്പം ടിക്കറ്റ് കിട്ടാനില്ലാത്ത ബുദ്ധിമുട്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കൂടി ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചത്. നേരത്തെ തന്നെ ഇതനുസരിച്ച് ഒരു സ്പെഷ്യൽ ട്രെയിൻ ബുക്ക് ചെയ്യുകയും ചെയ്തു. സാധാരണ റെയിൽവേ ഇങ്ങനെ ചെയ്യാറുള്ളതാണ്, സ്പെഷ്യൽ ട്രെയിൻ കൊടുക്കാറുണ്ട്. പക്ഷേ സാങ്കേതിക പ്രശ്നം പറഞ്ഞ് ഇപ്പോൾ അത് റദ്ദാക്കുന്നു. പണം തിരികെ കൊടുക്കുകയാണ്. ആ CPIയുടെ പദ്ധതി പാളുകയാണ്. അതല്ലെങ്കിൽ 1400 പേർ ഒന്നിച്ച് ഡൽഹിയിലെത്താനായിരുന്നു നീക്കം. ഇനിയിപ്പോൾ മറ്റു മാർഗങ്ങൾ CPI എങ്ങനെയാണെന്ന് വെച്ചാൽ ആലോചിക്കും എന്നാണ് നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വിനീത, ശരി. ഏതായാലും എന്തിനാണ് റദ്ദാക്കിയത് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. സാങ്കേതിക കാരണങ്ങൾ എന്നാണ് പറയുന്നത്. പ്രതികാര നടപടി എന്ന് CPI വിമർശിക്കുന്നു. TV പ്രസാദ് വിശദാംശം.